ബിബിൻ ഇങ്ങനെ സിനിമകൾ എഴുതി, പല സിനിമകളൊക്കെ എഴുതി, അത് കഴിഞ്ഞിട്ട് വിഷ്ണു ബിബിൻ്റെ സുഹൃത്തൊക്കെ ഹീറോ ആയപ്പോഴൊക്കെ ബിബിനെ ഒരു ഹീറോ ആവണം എന്നുള്ള മോഹം വലിയ കാര്യമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ആളാണ് നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട്. എന്നാൽ ബിബിൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരാൾ, അത് ഇത്രയധികം ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് ഒരുക്കിയിട്ടുള്ള ഏത് നടൻ്റെയും ഡേറ്റ് ലഭിക്കാൻ എളുപ്പമുള്ള ഒരു സംവിധായകനാണ് ബിബിന് ആദ്യത്തെ ഹീറോ ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് അവസരം തരുന്നതും കൊണ്ടുവരുന്നതുമെല്ലാം. തുടർന്നും ബിബിനെ ഞാൻ കാണുന്ന പല സന്ദർഭങ്ങളിലും ഒരു കോമഡി പടം എഴുതുന്നു, അത് ഷാഫി സാറിന് വേണ്ടിയിട്ടാണ്, ഷാഫി സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിലൊക്കെ എപ്പോൾ വിളിച്ചാലും ഇവരൊരു ഷാഫി സാറ് പടം പരിപാടികളെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ബോംബ് കഥയുടെ ഒരു വഴിയും നിങ്ങളുടെ ഒരു ബന്ധവും എങ്ങനെയായിരുന്നു? ചേട്ടാ, ഞാൻ ഷാഫി സാറിനെ കാണുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ ഒരാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ആദ്യം കാണുന്നത്. നമ്മളൊരു അമ്മയുടെ ഷോ ഞാനും വിഷ്ണു കൂടി ഒരു സ്കിറ്റൊക്കെ എഴുതിയിട്ട്, അപ്പോൾ ഈ ചേട്ടനറിയാമല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇത് തീരുന്നില്ല, അഭിപ്രായങ്ങൾ തീരുന്നില്ല. ഇതിങ്ങനെ കേൾപ്പിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുക. 2-3 ദിവസമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് പറയും, അത് പൊളിക്കും, പിന്നെ എഴുതും, ഇങ്ങനെ ഒരു രക്ഷയില്ല. അപ്പം ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഷാഫി സാറ് റൂമിലേക്ക് വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇനി ഷാഫി കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയത്. സാറിനെ കേൾപ്പിച്ചു. സാറ് മുഖത്ത് ഒരു ചിരിയോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം വിഷ്ണു ഞാനും കൂടി അടുത്ത പൊളിക്കാൻ റെഡിയായി. കാരണം ഇനി രക്ഷയില്ല, ഇനി അദ്ദേഹം പറയും ഇഷ്ടപ്പെട്ടില്ല, അടുത്ത പൊളിച്ചോ എന്ന് പറയും എന്നുള്ള രീതിയിലേക്ക് വേണ്ടിട്ട് പറഞ്ഞു. അത്രയും അടുത്തിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞ് ഇത് ഓക്കെയാണ്, നല്ല സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞിട്ട് പോയി. അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ചിരിക്കാഞ്ഞെന്ന് ഞാൻ പിന്നീട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഫി സാറ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ പുള്ളി അതെല്ലാം വിഷ്വല് കാണുമായിരുന്നു, ചിരിക്കാനുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അതിലുണ്ട് തമാശ എന്ന് പറഞ്ഞ് തുടക്കത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ, റാഫി സാറിൻ്റെ പടത്തിലാണ് പിന്നെ എനിക്കൊരു നല്ലൊരു വേഷം കിട്ടുന്നൊരു പടം. അപ്പം ആ പടത്തിൽ നീ ഒരു നെഗറ്റീവ് വേഷം, വില്ലനാണ്. അപ്പം അതിൻ്റെ ഫൈറ്റ് എടുത്തത് ഷാഫി സാറാണ്. അന്ന് റാഫി സാറ് ഇല്ലാത്ത ദിവസം എടുത്തത്. അങ്ങനെയാണ് എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അറിയാവുന്നത്.